ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഇലുമിനാറ്റി. 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇരുന്നൊരു ഫ്രഞ്ച് സീരീസ് കാണുമായിരുന്നു. സീരീസ് കണ്ടതിന് ശേഷം എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ മലയാള സബ്ജക്റ്റിൽ ഉപയോഗിച്ചാണ് കണ്ടത്, എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ അവരെന്താണ് ആ സീരീസിലൂടെ കൃത്യമായിട്ട് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് എൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ നോക്കി ഏകം കണ്ടില്ല. പിന്നെ ഞാൻ മലയാളം റിവ്യൂ ഉണ്ടെന്ന് നോക്കിയപ്പോൾ അതുമില്ല. പിന്നെ ഞാൻ നേരെ തമിഴിൽ എക്സ്പ്ലനേഷൻ വീഡിയോ റിവ്യൂ എല്ലാം ഉണ്ടെന്ന് നോക്കിയപ്പോൾ തമിഴിലും അങ്ങനെയൊന്നും ആരും ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ഇംഗ്ലീഷ് നോക്കിയപ്പം 1-2 വീഡിയോസ് ഉണ്ട്, പക്ഷേ അവരതിനകത്ത് എന്തൊക്കെ കൃത്യമായിട്ട് എനിക്ക് എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും പിന്നെ ഒരു ഫേസ്ബുക്കിലൊരു നമ്മുടെ സീരീസ് പ്രേമികളെല്ലാം കൂടെ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചു നോക്കി. പക്ഷെ പലരും ആ സീരീസ് കണ്ടിട്ടില്ല, ആ സീരീസിനെ പറ്റി കേട്ടിട്ട് പോലുമില്ല. 2-3 പേര് എൻ്റെ അതേ അഭിപ്രായം തന്നെ പറഞ്ഞു. അവർക്കും ആ സീരീസ് കണ്ടിട്ട് യാതൊന്നും മനസ്സിലായില്ല എന്ന്. പിന്നെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടെ ആ സീരീസ് ഇരുന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. എന്നാൽ ഒരുപാട് സീരീസ് ഇങ്ങനെ കാണാൻ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ട സീരീസ് വീണ്ടും ഇരുന്ന് കാണാനുള്ള ഒരു മൂഡ് എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു നിഗൂഢതയായിട്ട് കിടക്കുന്ന ആ സീരീസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. റോബർട്ട് കാമ്പയിൽ സംവിധാനം ചെയ്ത് 2004 പുറത്തിറങ്ങിയ ഒരു ഫ്രഞ്ച് ചിത്രമായ ദ കംബാക്കിനെ അടിസ്ഥാനമാക്കി 2012 ഫാബ്രിസ് കോബർട്ട് സൃഷ്ടിച്ച ഒരു ഫ്രഞ്ച് സൂപ്പർ നാച്ചുറൽ സീരീസാണ് ദി റിട്ടേൺ. 2 സീസണിലായി 16 എപ്പിസോഡാണ് ഇതിന് ആകെപ്പാടെയുള്ളത്. അതുപോലെ തന്നെ IMDb റേറ്റിംഗ് 8.1 ഉണ്ട് ഈ സീരീസിന്. നമുക്ക് ഈ സീരീസിൻ്റെ കഥയെ പറ്റി ഒന്ന് നോക്കാം. ഫ്രാൻസിലെ മലയോര ഗ്രാമത്തിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ് കാമിൽ. ഇവൾ ഇങ്ങനെ സ്കൂളിൽ നിന്നൊരു യാത്ര പോകുമ്പോൾ അവളുടെ ബസ് അപകടത്തിൽപ്പെടുന്നു. അവൾ മരിക്കുകയും ചെയ്യുന്നു. ഇവൾ മരിച്ചതിൻ്റെ സങ്കടത്തിൽ ഇവളുടെ അമ്മയും ചേച്ചിയും അച്ഛനൊക്കെ ഭയങ്കര സങ്കടത്തിൽ വർഷങ്ങൾ കഴിച്ചു കൂട്ടുവാണ്. അങ്ങനെ ഒരു ദിവസം സന്ധ്യാസമയത്ത് മരിച്ചുപോയ കമിൽ തിരിച്ചു വരുവാണ്. ഒന്നും സംഭവിക്കാത്ത പോലെ നേരെ വീട്ടിലോട്ട് വന്ന് ഈ കൊച്ചു അവളുടെ അമ്മയുടെ അടുത്ത് പറയുവാണ്, അമ്മ നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ വല്ലതും തരാൻ. ഈ കൊച്ചിൻ്റെ അമ്മയും ചേച്ചിയൊക്കെ ആണെങ്കിൽ ഇത് കണ്ടിട്ട് സന്തോഷിക്കണോ സങ്കടപ്പെടണോ, അതായത് നീ വല്ല പ്രേതോ സൂമ്പിയോ വല്ലതും ആണോ, പേടിച്ചിറങ്ങി ഓടണോ, ഒന്നും അറിയാൻ വയ്യാതെ കിളിയും കിളിക്കൂടും പോയൊരവസ്ഥയിൽ നിൽക്കുവാണ്. ഇതാണ് സീരീസിൻ്റെ മെയിൻ പ്ലോട്ട്, അഥവാ സീരീസ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. എന്നാൽ ഈ കുട്ടി മാത്രമല്ല, മരിച്ചുപോയ പലരും ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇതേ സമയത്ത് ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു ആൺകുട്ടി ആ നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നു. ജൂലി എന്നുള്ള നേഴ്സിനൊപ്പം കൂടി അവൻ അവളെ വിട്ടുപോകാനും കൂട്ടാക്കുന്നില്ല. അപ്പോൾ ആരാണ് ആ പയ്യൻ എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. ഇങ്ങനെ വളരെയധികം ദുരൂഹത നിറഞ്ഞതും എന്നാൽ നമുക്ക് നല്ല രീതിയിൽ ത്രില്ലടിപ്പിക്കുന്നതുമായ ഒരു സീരീസാണ് ദി റിട്ടേൺഡ്. അതുപോലെ തന്നെ നല്ലൊരു ഡാർക്ക് മൂഡ്, നമ്മൾ ഫ്രമൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഡാർക്ക് മൂഡില്ലേ, അത് ഈ സീരീസ് നല്ലോണം നമുക്ക് തരുന്നുണ്ട്. വളരെയധികം എൻഗേജിങ് ആണ് ഈ സീരീസ്. ഇങ്ങനെ ഡാർക്ക് മൂഡിലുള്ള സിനിമകളും സീരീസുകളും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതാണ് ഫ്രം സീരീസിൻ്റെയൊക്കെ മലയാളികൾക്കിടയിലുള്ള ഒരു ഫാൻ ബേസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഫ്രം, ലോസ്റ്റ് ഇതെല്ലാം നല്ല ഡാർക്ക് മൂഡിൽ പോണ സീരീസുകളാണ്. അതുപോലെ തന്നെ നല്ല ഡാർക്ക് മൂഡ് ഈ സീരീസ് സമ്മാനിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ സീരീസ് കണ്ടപ്പോൾ. പക്ഷെ ഇതിൻ്റെ അവസാനം നമുക്ക് എന്താണ് ഇവർ ഇതിലൂടെ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവത്തില്ല. സീരീസ് മനസ്സിലാവെങ്കിൽ പോലും സീരീസിലൂടെ എന്താണ് സത്യത്തെ അവർ നമ്മളത് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. മെയ്ബി ഒരു 2-3 തവണയൊക്കെ ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ ഇനി മെനക്കെടാൻ പോയില്ല. നമുക്കിപ്പോൾ ഒരാൾക്കൊരു സീരീസ് കാണാൻ പറയുമ്പോൾ നല്ലതാണോ മോശമാണോ എന്ന് പറയണമെങ്കിൽ നമുക്ക് ആ സീരീസ് മനസ്സിലാവണമല്ലോ നല്ലോണം. അതുകൊണ്ട് ഞാൻ സീരീസിനെ പറ്റി കൂടുതലായിട്ടൊന്നും അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ തന്നെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായെങ്കിൽ താഴെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. എന്നും പറഞ്ഞ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലാവത്തില്ല, അപ്പം കണ്ടിട്ട് ഉപയോഗമില്ല എന്ന് പറഞ്ഞൊന്നും കാണാതിരിക്കല്. ഡാർക്ക് മൂഡിലുള്ള സീരീസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സീരീസ് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഈ അടുത്തിടയ്ക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ ഒരു സീരീസ് പുറത്തിറങ്ങിയായിരുന്നു, 1899. എന്നാൽ ഫസ്റ്റ് സീസണിന് ശേഷം ഇവരിത് ക്യാൻസൽ ചെയ്തു. പക്ഷേ എന്നാലും ഞാൻ ആ ഒരു ഡാർക്ക് മൂഡ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ സീരീസ് ഇരുന്ന് കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഡാർക്ക് മൂഡ് സീരീസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സീരീസ് ഉറപ്പായിട്ടും ഇരുന്ന് കാണാം. ആ ലെവല് സാധനമാണ്. ഇനിയും ഇതുപോലത്തെയൊക്കെ സീരീസിനെ പറ്റി അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആരെങ്കിലും ആ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.
നിങ്ങൾക്ക് ആ സീരീസിലൂടെ മനസ്സിലായ കാര്യവും താഴെ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ലോകാസമസ്ത സുഖിനോ ഭവതു.